ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പയറുപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ, പയർ മുറിച്ചെടുക്കുന്ന വീഡിയോ, 2-3-4 വീഡിയോയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്നത്. കാര്യം വളച്ചുകെട്ടലില്ലാത്ത കാര്യത്തിലേക്ക്. നമ്മൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പിയല്ലേ നമ്മൾ കാട്ടിത്തരുന്നത്. അപ്പം നിങ്ങൾ കാട്ടിത്തരുമ്പോൾ നിങ്ങൾ എത്താ കാട്ടേണ്ടി വെച്ചാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് എത്തുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെക്കുമ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ വെച്ചോളൂ. ഇരുമ്പ് ചട്ടി വെക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇരുമ്പിൻ്റെ സത്ത് നമ്മളെ പള്ളൻ്റെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. അല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തിട്ട് നോൺ സ്റ്റിക്കിൻ്റെ തേപ്പ് മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ട് തിന്നിട്ട് വയറുവേദനയായിട്ട് അതുപോലെ ക്യാൻസർ, മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും ഇരുമ്പ് ചട്ടി എടുക്കുക. പണ്ടുള്ള ആളുകളൊക്കെ ഇരുമ്പ് ചട്ടി തന്നെ എടുത്തിന്. ഇപ്പം നമുക്കൊരു നാമൂസ് വന്നിക്കണത്. അപ്പോൾ നാമൂസൊന്നും കാട്ടാതെ ഇരുമ്പ് ചട്ടി എടുത്തോളൂ. ഇരുമ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാട് കയറിപ്പോയി കണ്ട് അതൊക്കെ മറന്ന് പറയാൻ. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നിങ്ങൾ വീഡിയോ കണ്ടില്ല, അതേപോലെയൊക്കെ നിങ്ങൾ ചെയ്താൽ അത്രയ്ക്ക് തന്നെ പറയാല്ലേ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയേപ്പിൻ്റെ എല്ലാ കാര്യങ്ങൾ മറന്നു പോകരുത്. കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താലേ ഞങ്ങളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളി, വേണ്ട നിങ്ങളുണ്ടോ ഒഴിവാക്കിയാളെ. എത്രയൊക്കെ തന്നെ പറയാമല്ലോ. ചിലപ്പോൾ പ്രഷറുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറച്ച് കുറക്കേണ്ടി പോലെ കുറച്ചോളം ഇതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഉപ്പ് അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലപ്പോൾ ഇതേപോലെയാണ് പയർ ഇട്ട് കൊടുക്കുക. പയർ ചാടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പയറിനെ ചാടിച്ച് കൊണ്ടില്ല ഇങ്ങനെയാണ്. ഇതുപോലെ പയർ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇങ്ങനെ ചാടിച്ചെടുക്കാൻ കേട്ടോ. പയർ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചോളി. എന്നാലും മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ എന്താ പറയുക വിഷാംശങ്ങളൊക്കെ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഊറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ തന്നെ നമുക്ക് പറയാമല്ലേ. പയറുപ്പേരി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഒരു പുതിയൊരു അറിവൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുന്നയാളെ. നിങ്ങൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാണ് അതിൻ്റെ തേപ്പ് മുഴുവൻ പള്ളൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അതൊക്കെ പാടെ തിന്നണ വീഡിയോ അല്ല നിങ്ങൾ ഇടൽ. നിങ്ങൾ ഉണ്ടാക്കണതും ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി, ഇതുപോലെ ഉണ്ടാക്കി നോക്കി. നിങ്ങൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ അവസാനമായിട്ട് ഇട്ട് കൊടുത്ത പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പയറുപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് പഞ്ചസാര ഇടാൻ മറക്കരുത്. ഇത് കുറച്ച് ചില പയറിനെ നിങ്ങൾ കണ്ടില്ലേ, നല്ല മധുരമുള്ള പയറുണ്ടാവും. ഇതങ്ങനെ മധുരമുള്ള പയറൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ല പഞ്ചസാര ഇട്ട് കാണ്ടൊക്കെ പാടെ പഞ്ചസാര വിരകിയാണ്ട് പഞ്ചസാരക്കളി കളിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. ഇനി തീ ഫുള്ളിലിട്ടിട്ടാണ് നമ്മുടെ പരിപാടി മുഴുവനും ഫുൾ തീയിലിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പയറുപ്പേരി റെഡിയാവുന്നതാണ്. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ കാട്ടിത്തരുന്നത്. അതുപോലെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പയറുപ്പേരി വെന്തിട്ടുണ്ടാവും. അല്ലാതെ പയറിൽ കുറേ വെള്ളം പറന്ന് ചളിവിളിയാക്കിയാൽ പയറുപ്പേരി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ ചോറ് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പയറുപ്പേരി കിളുമ്പിയാണ് കഴിച്ചുമ്പോൾ ഞങ്ങളെ പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം പ്രിയപ്പെട്ടവരെ. ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി അല്ലേ. VN കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രക്കാണ്. ഈ സ്ട്രക്കിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഓരോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് പുകയൊക്കെ പോകണ്ടാണ്. ഞങ്ങളത് സ്ട്രക്കൊന്നല്ല, പുക പോകണ്ടല്ലോ. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ നീട്ടി എറിഞ്ഞിട്ട് ഇരുമ്പിൻ്റെ ചട്ടി എടുക്കും പ്രിയപ്പെട്ടവരെ. ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇരുമ്പിൻ്റെ ഗുളിക നമ്മൾ എന്നും ഇങ്ങനെ കുടിച്ചാൻ പറ്റില്ല. ഇരുമ്പിൻ്റെ ജനൽ പോയി കാണാൻ തിന്നാൻ പറ്റില്ല. ഇരുമ്പിൻ്റെ വാതിൽ പോയി കാണാൻ തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രത്യേക ശക്തി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. അത്രയ്ക്ക് തന്നെ പറയാല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ചോളി. എന്തായാലും ഇതന്നെയാണ് ഓലും നിങ്ങൾക്ക് പറഞ്ഞുതരിക. ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് നല്ലതെന്ന്. ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ നുണയാണെന്ന്. അല്ല തന്നെയാളെ, ഇതൊന്നും നുണയല്ല, അത് നുണക്കാതെയല്ല, ഇതുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും
ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അത്രയൊക്കെ തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അമീൻകുട്ടന് മദ്രസയിൽ നിന്ന് ഇന്നും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സമ്മാനം എവിടെ പോയി പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് പ്രദർശനം, ഉണ്ടാക്കിയെടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഇരുമ്പ് ചട്ടി തന്നെയാണ്. എൻ്റെ അമീൻകുട്ടൻ്റെ ഫോട്ടോ എവിടെ പ്രിയപ്പെട്ടവരെ? കാണുന്നില്ല. അമീൻകുട്ടന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇന്ന് മദ്രസയിൽ നിന്ന് ഇന്നും കിട്ടിയിട്ടുണ്ട്. നബിദിനം കഴിഞ്ഞിട്ടുള്ള എൻ്റെ അമീൻ മോൻ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അമീന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളി. ഇന്ന് കിട്ടിയതാണ് ഈ കപ്പും അതുപോലെ 2 പാത്രങ്ങളും, ഇന്ന് കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂണും. അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അവൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് മദ്രസയിൽ നിന്ന് അവതരിപ്പിച്ച